കറക്റ്റായിട്ട് പിടിച്ചിടും. ഈ ആയുർവേദ ചികിത്സ മർമ്മ ചികിത്സ രണ്ടും രണ്ടാണോ? ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റില് ഒരുപാട് അപാകതകളുണ്ട്. അപാകതകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഭേദമാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് രോഗികൾ വന്നിട്ട് കാര്യമില്ല. ഇത് മറ്റുള്ള രീതിയിലുള്ള രീതി ഞങ്ങളുടെ പുരാണമായിട്ടുള്ള രീതിയിൽ ഒറിജിനലായിട്ടുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെന്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ ധാരാവസ്തി ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഒഴിയുമ്പോൾ തന്നെ അതിനുള്ള മരുന്നുകളെ കൊടുത്തിട്ട് അതിനുള്ള വസ്തി പ്രയോഗത്തിനും വയറ്റിൽ നിന്ന് അയഞ്ഞു പോകാനും പിന്നെ കഫത്തിന്റെ ദോഷങ്ങൾ മാറ്റാനൊക്കെ ഈ ഇതിൽ പെടുത്തിയിട്ട് തന്നെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേക ഡേറ്റുകളോ മെഡിസിനോ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഒറ്റമൂലിയിൽ ഞങ്ങളുടെ ആയുർവേദത്തിൽ ഒരു കഷായം ഞങ്ങൾ കൊടുക്കും. ആ കഷായത്തിൽ തന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ബോഡിയിലുള്ള എല്ലാ പ്രൊട്ടക്ഷനും അസുഖം വരാതിരിക്കാനും പിന്നെ ഒഴിയുമ്പോൾ വല്ല പെയിനോ വേദനകളോ ഒന്നും വരാതിരിക്കാനുള്ള കഷായമാണത്. അത് ഞങ്ങൾ തന്നെ ഇവിടെ പാകപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ ചെയ്യുന്ന മരുന്നുകൾ വിൽക്കുന്നതും ഒറ്റമൂലി മരുന്നുകളായിരിക്കും. അതെങ്ങനെ നമ്മൾ ഇവിടെ വരുന്ന നമ്മുടെ പേഷ്യൻസിനൊക്കെ മരുന്നുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുകയാണോ അതോ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണോ? ഇല്ലില്ല, ഇവിടത്തെ മെയിനായിട്ട് ഒഴിച്ചലിന് വരുന്ന ഏത് പേഷ്യന്റ് എല്ലാ പേഷ്യന്റിനും ഞങ്ങൾ മരുന്ന് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു. അവർക്ക് കൊടുത്തു വിടുന്നത് നമ്മളുടെ മരുന്നുകളായിരിക്കും? ഞങ്ങളുടെ മരുന്നുകളായിരിക്കുള്ളൂ. ഞങ്ങളുണ്ടാക്കുന്ന ഞങ്ങളുടെ പുരാണമായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളിലുള്ള മരുന്നുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിനാവശ്യമുള്ള ഈ നമ്മുടെ ചെടികളൊക്കെ ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്? അതെങ്ങനെ നിങ്ങൾ വളർത്തുന്നത്? ഇവിടെ ഇപ്പോ ഈ ഒഴിച്ചിലിന്റെ മെയിനായിട്ട് വരുന്ന കിഴികളാണ്, ഇലക്കിഴികൾ. മറ്റുള്ള കിഴികളൊക്കെ ഇവിടെ തന്നെ ഞങ്ങൾ നട്ടു വളർത്തുന്നുണ്ട്. പിന്നെ മറ്റുള്ള മരുന്നുകളൊക്കെ ഞങ്ങൾ ഫ്രഷായിട്ട് പോയി വാങ്ങി അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ, കാരണം ഓരോ മരുന്നിലും ചേർക്കേണ്ട ചേരുവകൾ അതാത് ലെവലിൽ തന്നെ അത് ചേർത്ത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മരുന്നുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന് പ്രത്യേകിച്ച് അതാണ് ഒറ്റമൂലി മരുന്ന് പറയുന്നത്. ഒറ്റമൂലി മരുന്ന് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ ചെടികളിൽ നിന്നും എടുക്കുന്നതായ എന്നുവെച്ചാൽ പിഴിഞ്ഞെടുക്കുകയും മറ്റുള്ള ഇതിൽ കഷായം വെച്ച് എടുക്കുകയും ചെയ്യുന്ന മരുന്നുകളാണിത്. ഈ ഇതിൽ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവുകളോ മറ്റുള്ള രീതിയിലുള്ള മരുന്നുകളൊന്നും ആഡ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ആ മരുന്നിന് കിട്ടും. ആ മരുന്നിന്റെ ഗുണങ്ങളാണ് ഒറ്റമൂലി എന്ന് പറയുമ്പോൾ അതാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള മെഡിസിൻ ആണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ വലിവ് എന്ന രീതിയിലുള്ള വലിവുകൾ മാറാത്ത വലിവാണെങ്കിൽ ഞങ്ങൾ ഇതിൽ പൂർണ്ണമായിട്ടും മാറുന്നു. കാരണം ഇവിടെ 3 കോഴ്സ് മരുന്നുകൊണ്ട് മാറുന്നുണ്ട്, 1 കോഴ്സ് മരുന്നുകൊണ്ട് മാറുന്നുണ്ട്. പിന്നെ ചില ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത ആസ്മയ്ക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മരണത്തിൽ താമസം വരും. എന്നിരുന്നാലും എൻ്റെ ട്രീറ്റ്മെന്റിൽ ഈ ട്രീറ്റ്മെന്റിൽ അങ്ങനെ കൂടുതലും മാറാതെ പോകുന്ന പരിപാടി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് ആരും കംപ്ലൈന്റ് ചെയ്യാറില്ല. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു സന്തോഷ വാർത്തയും കൂടെയാണ്. കാരണം മാറാത്ത പല രോഗങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറ്റിത്തരാന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഇദ്ദേഹം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ സാറ് മുമ്പേ പറഞ്ഞിരുന്നു ഈ പഴകിയ ആണി രോഗം, അത് ഏറ്റവും നമുക്ക് കാല് കുത്തി നടക്കാൻ പോലും പറ്റാത്തൊരു ഇതാണ് ഈ ആണി രോഗത്തിന്. ഇവിടെ പല മരുന്നുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ സക്സസ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ഇവിടെ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ ഈ രോഗങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മരുന്ന് കൊണ്ട് ഒരു 6 മണിക്കൂർ കൊണ്ട് തന്നെ കാലിലെ ആണി പൂർണ്ണമായിട്ടും മാറ്റും. അതിപ്പോ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ചെറിയൊരു ഫീസ് ഈടാക്കുള്ളൂ. അപ്പൊ ആ ചെറിയൊരു ഫീസ് ഈടാക്കിയാലും മാറാതെ വന്നാലും പിന്നെ മാറുന്ന വരെ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്യും. ഒരു വേദന ഇല്ലാതെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് വേദന ഇല്ലാതെയാണ്. കാരണം
ആർക്കും ഒരു വേദനിപ്പിച്ചൊരു രോഗിനെ ട്രീറ്റ് ചെയ്ത ആരെങ്കിലും ആയുർവേദത്തിൽ വരുമോ? ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണി എന്ന് പറയുന്നത് വളരെ വേദനയുള്ള കാര്യമാണ്. അപ്പൊ അത് മാറ്റാൻ വളരെ അസഹനീയമായ വേദനയാണെങ്കിൽ കസ്റ്റമർ ഈ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർ 100 പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു അല്ല ഞാൻ ഒരുപാട് എൻ്റെ ഈ ചികിത്സയുടെ ഈ ഘട്ടങ്ങളില് എൻ്റെ ജീവിതത്തില് ഒരുപാട് ആണികളും ഒരുപാട് ആസ്മ രോഗികളും പിന്നെ ഡിസ്ക് സംബന്ധമായിട്ട് മാറാത്ത അസുഖങ്ങളും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഇതില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു ഇതുണ്ട്. പിന്നെ സ്പോണ്ടിലൈറ്റിസ് എന്നുകൊണ്ട് ഈ കഴുത്തിലൊരു ഇതൊക്കെ ഇട്ടുകൊണ്ട് എടുക്കുന്ന ഒരു രോഗമുണ്ടല്ലോ, അനക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ല് തേയ്മാനം എന്ന് പറയുന്നത്, ഈ എല്ല് തേയ്മാനം എന്നുള്ള പരിപാടി ആയുർവേദത്തില് ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇല്ല. എല്ല് തേയ്മാനം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ലൊക്കേറ്റ് തെറ്റിപ്പോയി ബോണുകൾ തെറ്റി മാറിയിട്ട് അതേ പൊസിഷൻ തന്നെ കിടക്കുകയാണെങ്കിൽ കുറെ നാളുകളിൽ ചെറിയൊരു തേയ്മാനം ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വരുന്ന പാർട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു രോഗി വന്നാല് ഈ എല്ലുകൾക്ക് വല്ല തകരാറുകളും ലൊക്കേറ്റ് തെറ്റി കിടപ്പുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അപ്പൊ അതിൽ എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കിന് തന്നെ വരുമ്പോൾ ആ ഡിസ്കിന്റെ ഓരോ ഡിസ്കിൽ നിന്നും ഓരോ വെയിൻ പോരുന്നുണ്ട്. അപ്പൊ ഈ ഡിസ്ക് തെറ്റിയിട്ട് ആ വെയിൻ തടസ്സപ്പെടുത്തിയിട്ട് നമ്മുടെ കാലിലേക്കൊക്കെ ഇറങ്ങുന്നതും നാഭി ഭാഗങ്ങളിലേക്ക് വരുന്ന ഞരമ്പുകളെ തടസ്സപ്പെടുത്തും. ബ്ലഡ് സർക്കുലേഷനിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും, വേദനകൾ ഉണ്ടാകും. അപ്പൊ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ആ ഡിസ്ക് വലിച്ച് കറക്റ്റ് ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വേദനകളും പരിപാടികളൊന്നും ഉണ്ടാകത്തില്ല. പൂർണ്ണമായിട്ട് അവിടെ വന്നിരിക്കുന്ന നീർക്കെട്ടുകളും എല്ലാവരും ഞങ്ങൾ കിഴികളും, ഞങ്ങൾക്ക് ഒരു 11 കിഴിയുണ്ട്. ഈ 11 കിഴി മറ്റുള്ള സ്ഥലങ്ങളില്ലാത്ത കിഴികളാണ്. കാരണം ഞങ്ങൾ തന്നെ മെഡിസിൻ പച്ചമരുന്നുകൾ കളക്ട് ചെയ്തിട്ട് വെക്കുന്ന കിഴികളാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒഴിച്ചിൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നാരങ്ങയുടെ കിഴിയുണ്ട്. അതൊന്നും ഓരോ സ്ഥലത്തും കാണത്തില്ല. അത് നാരങ്ങ കിഴി നെയ്യിലാണ് അത് വെക്കുന്നത്. കാരണം നറുനെയ്യില് അത് ശരിയാക്കി ആ കിഴി വെക്കുന്നത്. കാരണം ഞങ്ങൾ 14 ദിവസം ഒഴിയുമ്പോൾ ശരീരത്തിൽ കയറിയിരിക്കുന്ന എല്ലാ എണ്ണ എന്നുവെച്ചാൽ കുഴമ്പിന്റെ അംശങ്ങളൊക്കെ പുറത്തേക്ക് കളഞ്ഞ് ഫ്രഷാക്കി വിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കിഴികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് രോഗശമനത്തിന് ഒരു 14 ദിവസം ഒഴിച്ചിൽ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഒരു 14 ദിവസം റെസ്റ്റ് കൂടി കഴിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അസുഖം മാറുന്നു. പിന്നെ 90 ദിവസം കൊണ്ട് ഞങ്ങളിത് മാറ്റിയിരിക്കും. കാരണം 90 ദിവസമാണ് ഞങ്ങളുടെ ആ പഥ്യത്തിലുള്ള ഒരു ഡേറ്റ്. കാരണം അത് 90 ദിവസം കൊണ്ട് ഞങ്ങൾ മാറ്റി നല്ല രീതിയിലാക്കിയിരിക്കും. പിന്നെ ഷുഗർ, പ്രഷർ. ഈ ഷുഗർ പ്രഷർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉള്ള പിള്ളേർക്ക് മുതലുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 22 വയസ്സായ കുട്ടിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഷുഗറിന് മരുന്ന് കൊടുത്തു. അതുപോലെ പ്രായമായ ആളുകൾക്കും ഷുഗർ വരുന്നു. ഈ ഷുഗർ വന്നാൽ അവർക്ക് അവരുടെ ജീവിതം ആകെ താറുമാറായി പോകുന്നതാണ് അവരുടെ കാരണം. അപ്പൊ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഷുഗർ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ ആദ്യം തന്നെ സ്റ്റഡി ക്ലാസ് കൊടുക്കുന്നു. ഞങ്ങൾ ഈ രോഗം വരാതിരിക്കാനുള്ളൊരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ രോഗികളും എടുത്ത് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കും. അപ്പൊ അവർ തന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം അവർക്ക് കിട്ടുന്നു. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ഓരോ മരുന്നുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലും മരുന്നില്ലാതെ തന്നെ രോഗങ്ങൾ മാറുന്നു. അപ്പൊ അതിനിവിടെ പുറത്തുനിന്നൊക്കെ ആളുകളിവിടെ ഒരുപാട് ആളുകളിവിടെ വരുന്നുണ്ട്. ഷുഗറും പ്രഷറും ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ നോർമലാക്കും. അപ്പൊ അത് ഷുഗറും പ്രഷറും മാത്രമേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ. കാരണം ഈ മാറാ രോഗമാണെന്നുള്ളതാണ് അവരുടെ ധാരണ. പക്ഷെ ഷുഗർ വന്നാലും മാറത്തില്ല. പക്ഷെ അത് നോർമലായി പിന്നെ ഡയറ്റിലൂടെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ എന്നൊരു പ്രശ്നമല്ല ഇവിടെ. കാരണം ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് ആരും ഒരാളും ഇവിടെ മരിച്ചു പോകുന്നില്ല. ഈ ഷുഗറിന് 3-4 സ്റ്റേജുകളുണ്ട്. അപ്പൊ ആ സ്റ്റേജുകളിലേക്ക് കടക്കാതെ തന്നെ നമ്മൾ പച്ചമരുന്നുകൾ, ഇപ്പൊ നാടൻ പച്ചമരുന്നുകളൊക്കെ ഉണ്ട്, കൺട്രോൾ ചെയ്താല് നമുക്കതൊരു പ്രശ്നമേ ഇതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലവിധമുള്ള നാഡീ ഞരമ്പുകൾക്ക് സ്വാധീനക്കുറവ്,
പിന്നെ ശാരീരികമായിട്ട് ക്ഷീണം, അവരുടെ നിത്യ പ്രവൃത്തികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന പാർട്ടികൾക്ക് ഒരുപാട് ആശ്വാസങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മരുന്നിലൂടെ.